Good morning. ലാസ്റ്റ് പ്രോഗ്രാം ചെയ്തത് ഇഫ് എൽസ് ആയിരുന്നല്ലേ? പ്രോഗ്രാംസ് ചെയ്ത് പഠിച്ചോ? പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം നിങ്ങൾ ബുക്ക് തുറക്കണ്ട കേട്ടോ. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, തന്നെ ചെയ്ത് നോക്കണേ. ക്വസ്റ്റ്യൻ എഴുതിക്കേ. Write a program to check whether the given number is positive, negative or zero. Write a program to check whether the given number is positive, negative or zero. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ലെസ് ദാൻ സീറോ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, ഈക്വൽ ടു സീറോ ആണെങ്കിൽ സീറോ ആയിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ചു വെച്ചിരിക്കുന്ന ഇഫും എൽസും അതിന്റെ സിന്റാക്സ് അല്ലെങ്കിൽ വർക്കിംഗ് എങ്ങനെയാ? ഇഫ് എ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് വർക്ക് ചെയ്യും? ഇഫ് പാർട്ടിലെ സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിലെ സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യും. ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് എത്ര കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം? 3 നോക്കണ്ട, 2 നോക്കിയാ പോരെ. ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ പോസിറ്റീവ്, ലെസ് ദാൻ സീറോ ആണെങ്കിൽ നെഗറ്റീവ്, എൽസ് കേസിൽ സീറോ അല്ലേ വരുള്ളൂ. പിന്നെ സീറോ ആണോ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, 2 കണ്ടീഷൻ നോക്കേണ്ട വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ട്രൂ ആണെങ്കിൽ ഓക്കെ, ഫോൾസ് ആണെങ്കിൽ എങ്ങോട്ട് വരും? എൽസിലോട്ട് വരും. അപ്പൊ എൽസിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പൊ എന്ത് യൂസ് ചെയ്യും? എൽസിൽ വീണ്ടും ഇഫ് യൂസ് ചെയ്യും. അപ്പൊ എൽസ് സ്പേസ് ഇഫ് ഇട്ടാലും മതി. ഇനി അതല്ല, നിങ്ങൾക്ക് എൽസിൽ ഇഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇങ്ങനെ പഠിച്ചാലും മതി. എൽസ് അതായത് ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ട്രൂ ആണെങ്കിൽ അത് ഇവിടെ പൊക്കോളും. ഫോൾസ് ആണെങ്കിൽ നേരെ എങ്ങോട്ട് വരും? എൽസിലോട്ട് വരും. എൽസി വരുമ്പോൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാനില്ലേ? അപ്പൊ നമുക്ക് അവിടെ കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഇഫ് വേണം. വെറുതെ എൽസിൽ കണ്ടീഷൻ എഴുതാൻ പറ്റുമോ? എൽസിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടൊരു സിന്റാക്സ് ഇല്ല. കണ്ടീഷൻ എപ്പോ കൊടുക്കണമെങ്കിലും അവിടെ ആരാ യൂസ് ചെയ്യണം? ഇഫ് യൂസ് ചെയ്യണം. അപ്പൊ എൽസ് പാർട്ടിൽ വീണ്ടും എന്ത് യൂസ് ചെയ്യും നമ്മള്? ഇഫ് യൂസ് ചെയ്യും. അത് എൽസ് ഇഫ് എന്ന് വിളിക്കും. ഇന്നലെ പഠിച്ചത് ഇഫ് എൽസ്. then എൽസിൽ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എൽസിൽ ഇഫ് യൂസ് ചെയ്യും. ഓക്കെ, ഒന്ന് തന്നെ ചെയ്ത് നോക്കോ. പുതിയൊരു പ്രോഗ്രാം ഫയൽ എടുക്കുക, ഒരു നമ്പർ റീഡ് ചെയ്യുക. ഓക്കെ, ഇവിടുന്ന് എടുത്താണോ? നമ്പർ നോക്കിയല്ലേ എടുത്തേ? വേറെ ഉണ്ടോന്ന് നോക്കിയാ? ഇൻസ്റ്റാൾ ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോഴാണോ ഇൻസ്റ്റാൾ ആണോ നോക്കണേ? ഇപ്പൊ എടുത്തിട്ട് എത്ര സമയമായി? 10-15 മിനിറ്റ് കഴിഞ്ഞല്ല. നോക്കിയപ്പോ ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു.
കിട്ടിയോ നിങ്ങക്ക്? കിട്ടിയോ? ഓൺലൈൻകാർക്ക് കിട്ടിയോ? Yes, ma'am. Yes, ma'am. ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ എന്താ ചെക്ക് ചെയ്തേ? n ആണ് ഇൻപുട്ട് എങ്കിൽ n ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കി. ആണെങ്കിൽ എന്ത് പറയാം? പോസിറ്റീവ് ആന്ന് പറയാം. ഓക്കെ, എൽസ് ഇഫില് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലെസ് ദാൻ 0 നോക്കാണ്ട് ഈക്വൽ ടു 0 നോക്കാണ്ട് രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്ട്. അപ്പം വീണ്ടും എൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൽസ് ഇഫിൽ വന്നിട്ട് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്തു. എന്ത് കൊടുത്തു? n ലെസ് ദാൻ 0 കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്പർ നെഗറ്റീവ് എന്ന് കൊടുത്തു. ഇനി വീണ്ടും അടുത്ത എൽസിലോട്ട് വരും. അതായത് ഫസ്റ്റ് ഇഫിന്റെ എൽസ് ആണ് ഏത്? ഇത്. ഈ ഇഫിന്റെ എൽസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, എൽസിൽ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? പോരെ. ഇപ്പൊ ഇവിടെ ഇഫ് എൽസ് കംപ്ലീറ്റ് ആണ്. ഈ ഇഫിന്റെ എൽസ് ഇത്, ഈ ഇഫിന്റെ എൽസ് ഇത്. ഓക്കെ, നിങ്ങൾ എഴുതിയ പ്രോഗ്രാം കറക്റ്റ് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ കൊടുത്ത് നോക്കുക ഇൻപുട്ട് ആയിട്ട്, അതിന്റെ ഔട്ട്പുട്ട് കിട്ടണം. നെഗറ്റീവ് നമ്പർ കൊടുത്ത് നോക്കുക, അതിന്റെ ഔട്ട്പുട്ട് കിട്ടണം. 0 കൊടുത്ത് നോക്കുക. 3 ഇൻപുട്ടും കൊടുത്ത് നോക്കുക കേട്ടോ. എല്ലാം ഓക്കെ ആണെങ്കിൽ പ്രോഗ്രാം കറക്റ്റ് ആയിരിക്കും. കിട്ടിയ ഒരു ബുക്കിലോട്ട് എഴുതിക്കോ.
കംപ്ലീറ്റ് ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുമ്പോൾ ഇതാണ് ഇൻപുട്ട് കേട്ടോ. അതായത് ഞാനിപ്പോ n എന്ന് പറയുന്ന ആ ഒരു നമ്പർ വേരിയബിളിനകത്തോട്ട് 5 ആണ് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് 1 ഡിജിറ്റ് എന്ന് തരണം. ഓക്കെ, ഇനി എന്നിനകത്തോട്ട് 55 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ 2 ഡിജിറ്റ് എന്ന് വരണം. എന്നിനകത്തോട്ട് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. 777 ആണ് കൊടുക്കണമെങ്കിൽ 3 ഡിജിറ്റ് എന്ന് വരണം. എങ്ങനെ ചെയ്യും? നെഗറ്റീവ് വേണ്ട, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രം. എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ മാത്രമാണോ 2 ഡിജിറ്റ് ആവണേ? അപ്പോൾ 777 കൊടുത്താലും 2 ഡിജിറ്റ് എന്നല്ലേ വരുള്ളൂ. കൗണ്ട് ഇഫ് വെച്ച് ചെയ്യാനാണ്. കൗണ്ട് എടുക്കണ കാര്യം ഇഫ് വെച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. യൂസിങ് ഇഫ് എൽസ് ആണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ 9 ആണോ എന്നും ലെസ് ദാൻ 100 ആണോ എന്നും ചെക്ക് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 55 2 2 ഡിജിറ്റ് ആണ്. ഡിജിറ്റ് ആണെങ്കിൽ കിട്ടും. ബാക്കിയാ അത് രണ്ട് പിന്നെ കേസ് ഉണ്ടല്ലോ. അപ്പം n = 5ന്റെ കേസിൽ ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 10 ആണോ നോക്കിയാൽ മതി. പിന്നെ n = 777 ഗ്രേറ്റർ ദാൻ 99 ലെസ് ദാൻ 1000 ആണോ നോക്കിയാൽ മതി. ഓക്കെ, ചെയ്ത് നോക്കാമോ? ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? 1 ഡിജിറ്റ് ആണെങ്കിൽ 0ക്കും 9നും ഇടയിലായിരിക്കും, അല്ലെങ്കിൽ 0 ഇൻക്ലൂഡിങ് 9, അല്ലെങ്കിൽ 10ന് താഴെ ആയിരിക്കും. 10 to 100 ആണെങ്കിൽ ബിലോ 100 ആണെങ്കിൽ, അല്ലെങ്കിൽ 99 ആണെങ്കിൽ 2 ഡിജിറ്റ് ആയിരിക്കും. ദെൻ 100 to 999 ആണെങ്കിൽ 3 ഡിജിറ്റ് ആയിരിക്കും. ഇഫിനകത്ത് 2 കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പൊ എല്ലാം നമ്മൾ ഒരു കണ്ടീഷനാണ് ചെയ്തേക്കണേ. അവിടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണം. ലോജിക്കൽ ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട് ഉണ്ട്. ആൻഡിന്റെ പ്രത്യേകത എന്താ? 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കണം. ഇവിടെ നമുക്ക് 2 കണ്ടീഷനും ട്രൂ ആക്കിയല്ലേ നോക്കണ്ടേ. രണ്ടും ട്രൂ ആണെങ്കിലല്ലേ ഔട്ട്പുട്ട് വരണ്ടേ. അപ്പൊ ആൻഡ് യൂസ് ചെയ്യാം. ആൻഡ് ഓപ്പറേറ്റർ അറിയാൻ വയ്യാത്തവരുണ്ടോ? ഞാൻ എഴുതി തന്നിട്ടുള്ളതാണ് ഇതട്ടോ.
കഴിഞ്ഞോ? മാം 3 ഡിജിറ്റ് വരെ മാത്രം എഴുതണ്ടോ അതോ അത് മതി. കഴിഞ്ഞു. ഡേറ്റ്സിനകത്ത് രണ്ട് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഞാന് അതിനുശേഷം ലാസ്റ്റ് ഈ എൽസ് ആയിട്ട് 4 ഓർ അതിന് മുകളില് ഡിജിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എഴുതട്ടെ? ഓക്കെ, കിട്ടിയവരെ എഴുതിക്കോ.
ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9ഉം ആണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കൊടുക്കാവുന്നേ? ലെസ് ദാൻ 10 കൊടുക്കാം. അപ്പൊ ഈക്വൽ ടു വേണ്ട. ഇവിടെ ഈക്വൽ ടു ഇട്ടത് കൊണ്ട് ജസ്റ്റ് അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് എൽസ് കേസിൽ ഞാൻ ഇൻവാലിഡ് കൊടുത്തു, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 3 ഡിജിറ്റ് എന്ന് കൊടുക്കാം നിങ്ങൾക്ക്. ഫസ്റ്റ് ഇഫിന്റെ എൽസ് ഇത്, സെക്കൻഡ് ഇഫിന്റെ എൽസ് ഇത്, തേർഡ് ഇഫിന്റെ എൽസ് ഇത്. ദെൻ എല്ലാ ഇൻപുട്ടും കൊടുത്ത് നോക്കാം കേട്ടോ, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. നിങ്ങൾ ചെയ്ത പ്രോഗ്രാം ആണെങ്കിലും 1 ഡിജിറ്റ് നമ്പർ കൊടുക്കാം, 2 ഡിജിറ്റ് കൊടുക്കാം, 3 ഡിജിറ്റ് കൊടുക്കാം, നെഗറ്റീവ് ഒക്കെ കൊടുത്ത് നോക്കാം. Okay. കംപ്ലീറ്റ് അല്ലേ? ഇപ്പൊ നമ്മൾ നോക്കിയത് ഇഫ് എൽസ് നോക്കി, എൽസ് ഇഫ് നോക്കി, ഇഫിനകത്ത് മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ളത് നോക്കിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇഫ് എൽസിന്റെ വർക്കിംഗ് അറിഞ്ഞാൽ മതി, വേറൊന്നുമില്ല. പിന്നെ എൽസ് കേസിൽ നമുക്ക് കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? വീണ്ടും എൽസിൽ ഇഫ് കൊടുക്കണം. പിന്നെ മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആൻഡ് അല്ലെങ്കിൽ ഓർ ഒക്കെ യൂസ് ചെയ്യാം.
അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു സിന്റാക്സ്, ഒന്നിലധികം കണ്ടീഷൻ കൊടുക്കണേ എങ്ങനെയാണെന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ക്വസ്റ്റൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ ഓൺലൈൻകാർക്കോ? യെസ് മാം. ആർക്കും ഡൗട്ട് ഒന്നുമില്ല? അടുത്തത് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞ മീനിങ് എന്തായിരിക്കും? ഒരു ഇഫിന്റെ ഉള്ളില് അടുത്തൊരു ഇഫ് വരിക, ഒരു ഇഫിന്റെ ഉള്ളിൽ നെക്സ്റ്റ് ഒരു ഇഫ് വരിക, അതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അതിന്റെ സിന്റാക്സ് നോക്കിക്കേ. ഇഫ് ഒരു കണ്ടീഷൻ കൊടുത്തു, ഇഫ് നോർമലി ഒരു കണ്ടീഷൻ, കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ എന്ത് വർക്ക് ചെയ്യും? ഇഫ് പാർട്ട് വർക്ക് ചെയ്യും. മനസ്സിലായോ? ഇഫ് പാർട്ട് വർക്ക് ചെയ്യും. കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് വർക്ക് ചെയ്യും. അതാണ് സിന്റാക്സ്. ഇപ്പൊ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ഇഫ് പാർട്ട് വർക്ക് ചെയ്യും. ഞാൻ ആ ഇഫ് പാർട്ടിലോട്ട് അടുത്തൊരു ഇഫ് കൊടുത്തു, ഇഫിന്റെ ഉള്ളിൽ അടുത്തൊരു ഇഫ് കൊടുത്തു. ഇഫ് കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ ആ ഇഫ് പാർട്ട് വർക്ക് ചെയ്യും. കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിൽ അതിന്റെ എൽസ് പാർട്ട് വർക്ക് ചെയ്യും. അപ്പം ഫസ്റ്റ് ഇഫിന്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താ? വേറൊരു ഇഫ് ആണ്. ഫസ്റ്റ് ഇഫിന്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് വേറൊരു ഇഫ് ആക്കി. ദാറ്റ് ഈസ് നെസ്റ്റഡ് ഇഫ്. ഒരു ഇഫിന്റെ ഉള്ളിൽ അടുത്ത ഇഫ് വരുന്നതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഇതിപ്പോ കംപ്ലീറ്റ് ആയോ? ഈ സിന്റാക്സ് കംപ്ലീറ്റ് ആയോ? അപ്പൊ ഈ ഇഫിന്റെ എൽസ് എവിടെ? നീ കഴിഞ്ഞ ദിവസം റെക്കോർഡൊക്കെ നോക്കിയാ? വെറുതെ വന്നിരുന്നോ കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയല്ലായിരുന്നോ? ഈ ഇഫിന്റെ എൽസ് ഉണ്ടോ ഇതിനകത്ത്? ഫസ്റ്റ് ഇഫിന്റെ ഉള്ളിലുള്ള ഇഫ് കംപ്ലീറ്റ് ആണ്. ആ ഇഫും ഉണ്ട്, അതിന്റെ എൽസും ഉണ്ട്. ദെൻ ഈ ഇഫ് ക്ലോസ് ചെയ്തേക്കണേ എവിടെയാ? ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇനി അതിന്റെ എന്ത് കംപ്ലീറ്റ് ചെയ്യണം? നമ്മള് എൽസ് കൊടുക്കണം. എൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ എൽസിൽ വീണ്ടും എന്ത് കൊടുക്കാം? ഇഫ് കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സിന്റാക്സിൽ എന്തൊക്കെയുണ്ട്? നെസ്റ്റഡ് ഇഫും ഉണ്ട്, എൽസ് ഇഫും ഉണ്ട് കേട്ടോ. ഇത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. പക്ഷെ ഇവിടെ എന്ത് കംപ്ലീറ്റ് ആയിരിക്കണം? എൽസ് കംപ്ലീറ്റ് ആയിരിക്കണം. എങ്കിലേ ഫസ്റ്റ് ഇഫിന്റെ എൽസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായോ എന്ന് ചോദിച്ചാലും മിണ്ടൂല, ആയില്ല എന്ന് ചോദിച്ചാലും മിണ്ടൂല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളേ. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടായിരിക്കും. ഓക്കെ, ഇഫ് എൽസിന്റെ സിന്റാക്സ് കംപ്ലീറ്റ് ആണോ? മനസ്സിലായതാണോ? ഇതിനകത്ത് എന്തേ വരുന്നുള്ളൂ? ഫസ്റ്റ് ഒരു ഇഫ് കൊടുത്തു, അതിനകത്തോട്ട് വീണ്ടും ഇഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട്. നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം, ഇഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എൽസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഈ ഇഫിനാണെങ്കിൽ ഇവിടെ എൽസ് ഉണ്ട്. ഈ ഇഫിന്റെ എൽസ് നമ്മൾ കൊടുത്തിരിക്കണം മസ്റ്റ് ആയിട്ട്, എങ്കിൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ചില സമയത്ത് നമുക്ക് എൽസ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതാ പർട്ടിക്കുലർ പ്രോഗ്രാമിൽ മാത്രമായിരിക്കും. മനസ്സിലായോ? എല്ലായ്പ്പോഴും എൽസ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഫ് വെച്ച് മാത്രം ചെയ്യാം, ട്രൂ കേസ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. ബട്ട് ഫോൾസ് കേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? എൽസ് കൊടുത്തിരിക്കണം. പിന്നെ ഞാൻ എൽസിൽ വന്നിട്ട് എന്ത് കൊടുത്തു? ഇഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇഫിന്റെ എൽസും കൊടുക്കണ്ടേ? എങ്കിലല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇപ്പൊ നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ഇഫിന്റെ ഉള്ളിൽ അടുത്തൊരു ഇഫ് കൊടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഇഫിന്റെ ട്രൂ കേസിൽ വീണ്ടും ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്യാം, ലാസ്റ്റ് പ്രോഗ്രാമിൽ ചെയ്ത പോലെ ഇഫ് കണ്ടീഷൻ 1 ആൻഡ് കണ്ടീഷൻ 2 ചെയ്യാം. പക്ഷെ അവിടെ എന്ത് വരുന്നില്ല? നെസ്റ്റഡ് ഇഫ് ആവുന്നില്ല. അപ്പൊ നിങ്ങളോട് പറയുകയാണ് നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സിന്റാക്സ് എഴുതിയെടുത്തേ.
ഇപ്പൊ നമുക്ക് എൽസ് ഇല്ലാണ്ടായി 2 if മാത്രമായാലും നെസ്റ്റഡ് if ആവില്ലേ? ആവും. ഇതിപ്പോ നെസ്റ്റഡ് if else അല്ലേ? നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയാൻ പറ്റില്ല. ഇത് പറയുന്നത് നെസ്റ്റഡ് ഇഫ് ആയിരിക്കും, ഇത് എൽസ് ഇഫ് തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച എൽസ് ഇഫ് തന്നെയല്ലേ ഇത്? ഉം. അത്രയും മതി. എൽസ് ഇഫ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. മാഡം ഈ നെസ്റ്റഡ് ഇഫിനകത്തും എൽസ് ഇഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഈ എൽസിന് വേണേ ഇഫ് കൊടുക്കണേ കൊടുക്കാം, നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ. ഓക്കെ. ഓക്കെ. ഞാൻ താഴ്ത്തിക്കാവോ? ഓക്കെ.
എഴുതി കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ എഴുതിക്കേ. Write a program to find. Write a program to find largest of three numbers using nested if. Largest of three numbers using nested if. എങ്ങനെ ചെയ്യും? 3 നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ലാർജസ്റ്റ് ഏതാന്ന് എങ്ങനെയാ കണ്ടുപിടിക്കണേ? 3 നമ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആ 3 നമ്പർ ഞാൻ എയിലേക്കകത്തോട്ടും ബിക്കകത്തോട്ടും സിക്കകത്തോട്ടും എടുത്തിട്ടുണ്ട്. എങ്ങനെ ചെക്ക് ചെയ്യും? ഫസ്റ്റ് എയും ബിയും കൂടെ കമ്പയർ ചെയ്യും. എയും ബിയും നോക്കുമ്പോ എ ആണ് വലുതെങ്കിൽ നമുക്ക് 3-ല് വലുത് എ ആന്നപ്പോ പറയാൻ പറ്റുമോ? ഇല്ല, എയും ബിയും മാത്രമേ നോക്കിയോളൂ. എയും ബിയും നോക്കുമ്പോ എ ആണ് വലുതെങ്കിൽ പിന്നെ ആരുമായിട്ട് നോക്കണം? എ സിയും അങ്ങോട്ട് നോക്കണം അല്ലേ? ഫസ്റ്റ് നമ്മൾ എയും ബിയും നോക്കി, അവിടെ എ ആണ് വലുതെങ്കിൽ പിന്നെ എയും സിയും കൂടെ നോക്കി, അവിടെയും വലുത് എ ആണെങ്കിൽ 3-ലും വലുത് എ ആന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എയും ബിയും നോക്കി. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെ ആരെ നോക്കും? എയും സിയും നോക്കും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇവിടെ ആരാ വലുത്? എയും ബിയും നോക്കുമ്പോ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആരാ വലുത്? ബി ആയിരിക്കും. അപ്പൊ പിന്നെ ബിയും സിയും കൂടെ നോക്കണം. ഇപ്പൊ എഴുതിയ അതേ സിന്റാക്സ് പോയാൽ മതി അല്ലേ? ഫസ്റ്റ് കണ്ടീഷൻ 1 ഏതാ? എ ഗ്രേറ്റർ ദാൻ ബി. കണ്ടീഷൻ 2 എ ഗ്രേറ്റർ ദാൻ സി. ഇനി എൽസിൽ പോവാണെങ്കിലോ ബി ഗ്രേറ്റർ ദാൻ സി. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കാവോ? ഓൺലൈൻകാർക്ക് മനസ്സിലായോ പറഞ്ഞ കാര്യം? Yes, ma'am. മനസ്സിലാകാത്തവർ മാഡം ഒന്നുകൂടി പറയാമോ? 3 നമ്പർ എടുത്തത് കിട്ടിയില്ലേ? ആ ആ ആ ഫസ്റ്റ് എയും ബിയും നോക്കുമ്പോ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആരായിരിക്കും വലുത്? എ ഗ്രേറ്റർ ദാൻ ബി നോക്കി. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏതാ വലുത്? എ എ വരും. പക്ഷെ നമുക്ക് എയും ബിയും നമ്മൾ നോക്കിയിട്ടുള്ളൂ, സിയും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടില്ല. സോ 3 നമ്പറിലും വലുതേന്ന് അപ്പൊ പറയാൻ പറ്റില്ല. എയും ഗ്രേറ്റർ ദാൻ ബി നോക്കിയപ്പോ എ ആണ് വലുതെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ നമ്മൾ വീണ്ടും എനെ ആരുമായിട്ട് നോക്കണം? സി സി ആയിട്ട് നോക്കണം. ദെൻ എ ഗ്രേറ്റർ ദാൻ സി നോക്കി. എ ഗ്രേറ്റർ ദാൻ സിയിലും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആര് വലുതാ? എ എ വലുതാന്ന് പറയാം. ഓക്കെ, ഇനി എ ഗ്രേറ്റർ ബി നോക്കുമ്പോ ബി ആണ് വലുതെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും. എ ഗ്രേറ്റർ ബി നോക്കുമ്പോ ബി ആണ് വലുതെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും. അപ്പം നമുക്ക് പിന്നെ എൽസ് കേസിൽ പോണം. എൽസ് കേസിൽ പോയിട്ട് പിന്നെ ബി വലുതെന്ന് കിട്ടി. പിന്നെ ബിനെ ആരുമായിട്ട് വീണ്ടും നോക്കണം? സി ബിയും സിയും നോക്കണം. അവിടെയും വലുതാണെങ്കിൽ ബി വലുതാന്ന് പറയാം, ഇല്ലെങ്കിൽ സി വലുതാന്ന് പറയാം. ട്രൈ ചെയ്ത് നോക്കാവോ? നിങ്ങൾ പുതിയ പ്രോഗ്രാം എടുത്തല്ലേ ചെയ്യണേ?
അതുപോലെ എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തോളാം. അറ്റൻഡൻസ് അല്ല പോവാണ് മുകളിലാണ് വേറെ ആരുമില്ല. ഞാൻ എടുത്തോളാം. ഔട്ട്പുട്ട് കിട്ടിയോ? എല്ലാവർക്കും കിട്ടി? Yes, ma'am. കിട്ടാത്തവരുണ്ടോ? ഉണ്ട്, കിട്ടാത്തവരുണ്ട്. ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? പറഞ്ഞേ. ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യണ്ടേ? മൂന്ന് നമ്പേഴ്സ് റീഡ് ചെയ്ത് വാങ്ങണം അല്ലേ? ആദ്യം തന്നെ നമ്മൾ മൂന്ന് നമ്പേഴ്സ് റീഡ് ചെയ്ത് വാങ്ങി. അതിന് ഞാൻ ABC എടുത്തിട്ടുണ്ട്. അത്ര എല്ലാരും ചെയ്തോ? അത് ചെയ്യാത്തവരുണ്ടോ ആരേലും? വൈഷ്ണവ് ഏതാ കേട്ടില്ല. മൂന്ന് നമ്പർ റീഡ് ചെയ്തെടുത്തോ? അതെല്ലാം ചെയ്തു. നെക്സ്റ്റ് കണ്ടീഷൻ എന്താ കൊടുത്തേ? ഫസ്റ്റ് A greater than B. ഓക്കെ. A greater than B നോക്കി. ഇനി അവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ A greater B നോക്കുമ്പോ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആരാ വലുത്? വൈഷ്ണവാണ് ആൻസർ പറയണ്ടേ. വൈഷ്ണവ് പ്ലീസ്. A വലുതാണ്. A ആയിരിക്കും വലുത്. പക്ഷെ നമുക്ക് അവിടെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ? ലാർജസ്റ്റ് ഈസ് എന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ പറ്റാത്ത? സിയും കൂടെ നോക്കണ്ടേ? സിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഫസ്റ്റ് ഇഫിന്റെ ഉള്ളിലോട്ട് അടുത്ത ഇഫ് കൊടുത്തേക്കാം. ഓക്കെ, നെസ്റ്റഡ് ഇഫ് കൊടുത്തു. അതിനുള്ളിൽ വന്നിട്ട് നമ്മൾ എയും സിയും കൂടെ ചെക്ക് ചെയ്തു. എയും സിയും നോക്കണ സമയത്ത് എ ആണ് വലുതെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? എ ആണ് വലുതെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? കാരണം എയും ബിയും കണ്ടീഷൻ ട്രൂ ആണ്. എയും സിയും നോക്കുമ്പോ വീണ്ടും എല്ലാതുമായിട്ട് കമ്പാരിസൺ കഴിഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം?
എ ഗ്രേറ്റർ ആന്ന് പറയാം. ലാർജസ്റ്റ് എന്ന് പറയുന്നത് എ ആന്ന് പറയാലോ. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ നോക്കിക്കേ. എ ഗ്രേറ്റർ ദാൻ ബി നോക്കിയപ്പോ ലാർജസ്റ്റ് ഈസ് എ ആയതുകൊണ്ട് നമ്മൾ ലാർജസ്റ്റ് എ ആന്ന് പറഞ്ഞു. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആരാ വലുത്? മിസ്സേ ഹലോ, ഉം, ഒരു ഡൗട്ട് ചോദിച്ചോടെ? ഈ ചോദിച്ചോ. ഇഫ് എൽസ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി എന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ? നെസ്റ്റഡ് ഇഫ് ആവൂലല്ലോ. ആണല്ലേ. ക്വസ്റ്റ്യൻ അല്ല, നെസ്റ്റഡ് ചെയ്ത് കഴിയാനല്ലേ. അങ്ങനെ ചെയ്തിട്ടും കിട്ടുന്നുണ്ട് ആൻസർ, അതാണ് ചോദിച്ചത്. ആൻസർ കിട്ടും, ഞാൻ അത് ആദ്യമേ പറഞ്ഞല്ലോ. രണ്ട് കണ്ടീഷൻ ആണല്ലേ. ഇഫിനകത്ത് കൊടുത്തും ചെയ്യാം, പക്ഷെ അവിടെ നെസ്റ്റഡ് ഇഫ് വരൂല. ഓക്കെ. ക്വസ്റ്റ്യൻ ആ തന്നത് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് യൂസിങ് നെസ്റ്റഡ് ഇഫ് എന്നല്ലേ. ആ അപ്പൊ അത് ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ മിസ്. ഈ രണ്ട് കണ്ടീഷൻ ഇവിടെ കൊടുത്ത് ചെയ്യുമ്പോ ഒരൊറ്റ ഇഫിൽ തീരും, രണ്ട് ഇഫ് യൂസ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ എ ഗ്രേറ്റർ സി നോക്കിയപ്പോ എ ആണ് വലുതെങ്കിൽ എ ലാർജസ്റ്റ് ആന്ന് പറഞ്ഞു. എൽസ് കേസിൽ ആരാ വലുത്? സി ആയിരിക്കും. ഓക്കെ, വൈഷ്ണവിന് ഇത്രയും ക്ലിയർ ആയോ? ആ ഓക്കെ, ഇനി ഫസ്റ്റ് കേസിൽ എ ഗ്രേറ്റർ ബി നോക്കിയപ്പോ ബി ആണ് വലുതെങ്കിൽ ഈ കണ്ടീഷൻ എന്തായിരിക്കും? വൈഷ്ണവ്, ബി വലുതാണെങ്കിൽ ബി നോക്കണം. കണ്ടീഷൻ ട്രൂ ഓർ ഫോൾസ്? അത് ഫോൾസ് ആയി പോകും. ഫോൾസ് ആയിരിക്കും. അപ്പൊ നേരെ ഇഫിന്ന് എങ്ങോട്ട് വരും? എൽസിലോട്ട് പോകും. എൽസിലോട്ട് വരണം. അപ്പൊ പക്ഷെ നമുക്ക് അവിടെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യണ്ടേ, അതുകൊണ്ട് അവിടെ എന്തും കൂടെ യൂസ് ചെയ്യണം? എൽസ് ഇഫ്. എൽസിഫോ ഗ്രേറ്റർ ബി വലുത് ബി ആണെങ്കിൽ വീണ്ടും ബിയും സിയും ആയിട്ട് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ കണ്ടീഷൻ വേണം. അപ്പൊ നമുക്ക് അവിടെ കണ്ടീഷൻ എന്ത് കൊടുക്കാം? ബിയും സിയും കൂടെ നോക്കാൻ വേണ്ടി എൽസിൽ വന്നിട്ട് ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞു. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആരായിരിക്കും വലുത്? ബി ഗ്രേറ്റർ സിയിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആരാ വലുത്? ബി. ബി ആയിരിക്കും. ഇനി കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വീണ്ടും അവിടെ എന്ത് കൊടുക്കണം നമ്മള്? ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആരാ വലുത്? സി. സി ആയിരിക്കും. മനസ്സിലായോ? ഇത്രയും ചെയ്യാനുണ്ട് കേട്ടോ. ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത്രയും വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ എ വലുതാണെങ്കിൽ പിന്നെ എയും സിയും ആയിട്ട് പോയി നോക്കും. എയും സിയും നോക്കുന്ന സമയത്തും വലുതാണെങ്കിൽ എ, ചെറുതാണെങ്കിൽ സി. ഇനി എ ബി നോക്കുന്ന സമയത്ത് ബി ആണ് വലുതെങ്കിൽ പിന്നെ ബിയും സിയും തമ്മിൽ നോക്കണം. ബിയും സിയും നോക്കുമ്പോഴും ട്രൂവും ഫോൾസ് ഉണ്ട്. ബിയും സിയും നോക്കുമ്പോൾ ട്രൂ ആണെങ്കിൽ ബി വലുതായിരിക്കും, ഫോൾസ് ആണെങ്കിൽ സി വലുതായിരിക്കും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞവർക്ക് ബുക്കിൽ എഴുതാം കേട്ടോ. നിങ്ങൾ ചെയ്ത പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയണേ? നിങ്ങൾ ചെയ്ത പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയും? എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്യണം. കണ്ടീഷൻസ് എല്ലാതും നോക്കണം. എന്ന് പറഞ്ഞാൽ എ ഏറ്റവും വലുതാക്കി കൊടുത്ത് നോക്കണം ഒരു പ്രാവശ്യം. സെക്കൻഡ് ടൈമിൽ ബി വലുതാക്കി നോക്കണം. തേർഡ് ടൈമിൽ അങ്ങനെ 3 പ്രാവശ്യം റൺ ചെയ്ത് നോക്കുക. 3 നമ്പറിലും എ വലുതാണോ എന്ന് നോക്കണം. നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക. അപ്പൊ ഞാനിവിടെ എ വലുതാണെങ്കിൽ അടുത്ത എങ്ങനെ കൊടുക്കും? അടുത്ത 2 എണ്ണം ചെറുതാക്കി കൊടുത്തു. ഓക്കെ, ഓക്കെ. മൂന്ന് കേസും ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ബുക്കിൽ എഴുതാം കേട്ടോ. തെറ്റിയവർ കറക്റ്റ് ചെയ്യാം. ഹലോ, പറഞ്ഞോ. ഈ നമുക്ക് ആദ്യത്തെ ഇഫ് ഇല്ലേ, എ ഗ്രേറ്റർ ദാൻ ബി കഴിഞ്ഞിട്ട് ഒരു ഇഫ് ഇല്ലേ, എ ഗ്രേറ്റർ ദാൻ സി, അത് കഴിഞ്ഞുള്ള എൽസിൽ നമുക്ക് എൽസിഫ് ചേർക്കാവോ? ഇവിടെ എൽസ് ഇഫ് എന്തിനാ യൂസ് ചെയ്യണേ? ഇപ്പൊ ഇവിടെ ഇഫിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും കണ്ടീഷൻ? അതിൻ്റെ അകത്ത് തന്നെ ഇഫ് ബി ഗ്രേറ്റർ ദാൻ എന്ന് കൊടുക്കാൻ പറ്റുമോ? അതെങ്ങനെയാ ബി ഗ്രേറ്റർ ദാൻ എ എന്ന് ഇവിടെ വരുന്നത്? എങ്ങനെയാ? ഇവിടെ എയും സിയുടെയും കേസ് അല്ലേ എടുത്തേക്കണേ. എയും സിയും എടുക്കുമ്പോ എ വലുത് ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നല്ലേ പറയാം. ഇപ്പൊ എയും സിയും കൂടെ എടുത്തു. ഓക്കെ, അതിൽ എ വലുതാണെങ്കിൽ അത് വന്നു. സി എൽസ് കേസിൽ സി നമ്മുടെ കയ്യിലുള്ളൂ. വീണ്ടും ഇവിടെ വന്നിട്ട് എൽസ് ഇഫ് സിയും ബിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും
ഈ ഇഫിന്റെ ഉള്ളിൽ തന്നെ തീരും. അപ്പൊ ഇതിന്റെ എൽസിൽ എന്ത് ചെയ്യും? എൽസ് വേണ്ടാന്ന് വെക്കോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചേ? അല്ല, ആദ്യം നമ്മൾ ഇഫ് എടുത്തു, എ ഗ്രേറ്റർ ദാൻ ബി എടുത്തു, ഉം. പിന്നെ എ ഗ്രേറ്റർ ദാൻ സി എടുത്തു. ഓക്കെ. ആ അത് കഴിഞ്ഞ് എൽസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുമോ അല്ലേ? ഞാൻ ഇവിടെ എ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് പോകും. ഈ കേസിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ എൽസിലല്ലേ വരുന്നേ. ആ ആ ആ അപ്പൊ ഇതിന്റെ എൽസ് ഓ എന്ത് അത് ചെയ്യും? എന്റെ ക്വസ്റ്റ്യൻ. ആ അല്ലെങ്കിൽ അത് പിന്നെ എൽസ് കഴിഞ്ഞിട്ടായിരുന്നു. വേണ്ടാന്ന് വെച്ച് ചെയ്യേണ്ട വരും. അത് ശരിയാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിയാൽ മതി പ്രോപ്പർ ആയിട്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുമ്പോൾ അവിടെ എവിടെയെങ്കിലും നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ ഇതിപ്പോ ഈ എൽസ് ഇല്ലാതെ വെച്ച് എൽസ് ഇഫ് ചെയ്യുവാണെങ്കിൽ അത് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ബിയും സിയും കൂടെ നോക്കാൻ പറ്റത്തില്ല, എന്നിട്ട് ഞാൻ അവസാനം എൽസ് കൊടുക്കുക? ചെയ്ത് നോക്കിയ ഔട്ട്പുട്ട് കിട്ടിയാ? ഇല്ല, ചെയ്ത് നോക്കുന്നതിനിടയ്ക്ക് അപ്പോൾ സംശയം വന്നത്. ചെയ്ത് അങ്ങനെ നോക്കിക്കോ. ഔട്ട്പുട്ട് ഈ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കിട്ടിയാൽ മതി. യൂസിങ് നെസ്റ്റഡ് ഇഫും വന്നാൽ മതി. ആണോ? നിങ്ങൾക്ക് ഓക്കെ എങ്ങനെ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം. ഓക്കെ. അത് അവരവരുടെ ലോജിക്കാണ്. പ്രോഗ്രാം എങ്ങനെ വേണമെങ്കിലും എഴുതാം. പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, മിനിമം നമ്പർ ഓഫ് ലൈൻസിൽ മാക്സിമം ഔട്ട്പുട്ട് ആയിരിക്കണം. വെറുതെ ഇങ്ങനെ നമ്മൾ അപ്പൊ കുറച്ചിട്ട് ഔട്ട്പുട്ട് ഈ കിട്ടിയിട്ട് കാര്യമില്ല. ചേർക്കുകയാണെങ്കിൽ നമുക്ക് മിനിമൽ ആക്കത്തില്ലേ എൽസ് ഇഫ്? മിനിമം മാക്സിമം ഔട്ട്പുട്ട് കിട്ടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ആ റീഡ് ലൈൻ അല്ലേ, ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ.
മാം പറഞ്ഞോ. നമുക്ക് ഇൻപുട്ട് വാങ്ങുന്ന ടൈമില് റൈറ്റ് വെച്ചിട്ട് സെയിം ലൈനിൽ തന്നെ 3 നമ്പർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ABC ഇങ്ങനെ റീഡ് ലൈൻ ചെയ്യാൻ പറ്റുമോ? മനസ്സിലായില്ല. റൈറ്റ് ലൈൻ റൈറ്റ് ലൈൻ അല്ലാണ്ട് റൈറ്റ് വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് വാങ്ങിച്ചു സെയിം ലൈനിൽ തന്നെ അപ്പൊ സ്പേസ് ഇട്ട് കൊടുക്കണ്ടേ? സ്പേസ് ഇട്ട് കൊടുത്തിട്ട് വാങ്ങണല്ലേ? അല്ലാതെ പറ്റൂലല്ലോ. ഓക്കെ. ഇത് എഴുതി കഴിയാത്തവരുണ്ടോ? ഓൺലൈനിൽ എല്ലാവരുടെയും കംപ്ലീറ്റ് ആയോ? യെസ് മാം. Yes. Yes, ma'am. സൈനുദ്ദീൻ കംപ്ലീറ്റ് ആണോ? മിസ്സേ, പറഞ്ഞോ. ഈ ഫസ്റ്റത്തെ എന്റെ കണ്ടീഷനിൽ മാത്രം ഇഫ് എൽസ് കൊടുത്തിട്ട് ബാക്കി നമുക്ക് സാധാരണ ഇൽസ് ചെയ്യാൻ പറ്റൂലേ? ചെയ്തോ? ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏത് ലോജിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ തന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് യൂസിങ് നെസ്റ്റഡ് ഇഫ്. അത്രയും വരണം, അത് മാത്രമേ ഉള്ളൂ. ആ, ഇത് വന്നിട്ടുണ്ട്. നെസ്റ്റഡ് ഇഫ് വന്നാ മതി. ഓക്കെ. പിന്നെയുള്ള ലോജിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഔട്ട്പുട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടണമെന്ന് മാത്രം. ഓക്കെ. 3 ഇൻപുട്ടും കൊടുത്തു നോക്കുക. എ വലുതാക്കി കൊടുത്തു നോക്കുക, ബി വലുതാക്കി കൊടുത്തു നോക്കുക, സി വലുതാക്കി കൊടുത്തു നോക്കുക. 3ലും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. അത് ഈ ഒരു പ്രോഗ്രാം എന്നല്ല, ഞാൻ തരുന്ന ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് യൂസ് ചെയ്ത് ചെയ്യാം. ഞാൻ പറയണ അതേ ലോജിക്ക് പഠിക്കണമെന്നൊന്നുമില്ല. ബട്ട് ഞാൻ തരുന്ന ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഓവറോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിമ്പിൾ ലോജിക്ക് ആയിരിക്കും. അതല്ലാതെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം.
ചെയ്ത പ്രോഗ്രാംസ് എല്ലാം ഒന്ന് നോക്കൂ. ഇഫ് എൽസ്, എൽസ് ഇഫ്, നെസ്റ്റഡ് ഇഫ്. ഇഫ് എൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, എൽസ് ഇഫ് വന്നിട്ടുണ്ട്, ദെൻ നെസ്റ്റഡ് ഇഫ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാഡം പ്രോഗ്രാംസിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാഡം ഒരു ഡൗട്ട് പറഞ്ഞോ. ചോദിച്ചോട്ടെ? ഉം. എൽസ് ഇഫിനകത്തെ നമ്മള് ഇപ്പൊ 3 കണ്ടീഷൻ അല്ലേ ചെക്ക് ചെയ്തേ? എൽസ് ഇഫിനകത്ത് ഒരു കണ്ടീഷൻ. അതായത് 3 ഇപ്പൊ എ ഗ്രേറ്റർ ദാൻ 0, ലെസ് ദാൻ 0, പിന്നെ അതിൽ ഏതാ വലുത് നോക്കുന്ന കണ്ടീഷൻ ഇല്ലേ 0 ആണോന്നുള്ളത്. അതിപ്പോ നമുക്ക് എൽസിഫ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എൽസിഫ് വെച്ച് ചെയ്യാൻ പറ്റുമോ? അതായത് ഫസ്റ്റ് ഇഫിനകത്ത് പോസിറ്റീവ് ആണോ നോക്കി, ആ. എൽസിൽ വരുമ്പോ നമ്മുടെ കയ്യിൽ വീണ്ടും 2 കണ്ടീഷൻ കിടക്കാം. നെഗറ്റീവ് ആണോ എന്ന് നോക്കണം, 0 ആണോ എന്ന് നോക്കണം. അതിൽ ഒരെണ്ണം കൊടുത്തു, നെഗറ്റീവ് ആണോ എന്ന് നോക്കി. അതിപ്പോ വേറെ ഏതെങ്കിലും കണ്ടീഷനകത്ത് ഇപ്പൊ നമുക്ക് 4 ഡിജിറ്റ് 5 ഡിജിറ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോ വീണ്ടും എൽസിഫ് വെച്ച് ചെയ്യാൻ പറ്റുമോ? ഒരു എൽസിഫിനകത്ത് വീണ്ടും ഒരു എൽസിഫും കൂടെ വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഓക്കെ ഓക്കെ. എൽസിഫിനകത്ത് വീണ്ടും എൽസ് വരും, അതിനകത്ത് വീണ്ടും ഇഫ്, അത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഇവിടെ നമ്മൾ 1 ഡിജിറ്റ് 2 ഡിജിറ്റ് 3 ഡിജിറ്റ് വരെ ഞാൻ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻ ഇഫിനകത്ത് കൊടുക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നമ്പറിന്റെ കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുന്ന ലോജിക്ക് വേറെയാണ് കേട്ടോ. കാരണം ഇപ്പൊ നമുക്ക് എത്ര നമ്പർ ഉണ്ടെങ്കിലും ഇങ്ങനെ ഇഫ് എൽസ് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒറ്റ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാം. അതിന് റിപ്പീറ്റ് വരുന്ന കാര്യത്തിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ലൂപ്പ് യൂസ് ചെയ്യണത്. അത് വേറെ രീതിയിൽ ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡബിൾ കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത്ര എല്ലാവരുടെയും കംപ്ലീറ്റ് ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ് ലൂപ്പിംഗ് ഓർ ഐട്രേഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഹെഡിങ് കൊടുത്തേ, ലൂപ്പിംഗ് ഓർ ഐട്രേഷണൽ സ്റ്റേറ്റ്മെന്റ്സ്.
ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലൂപ്പായിട്ട് യൂസ് ചെയ്യണ എന്തിനാ നമ്മള്? വീണ്ടും 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 സെയിം കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരണമെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അതുപോലെ തന്നെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ലൂപ്പായിട്ട് കൊടുക്കാം. ഇഫിന്റെ പ്രത്യേകത എന്താ? ഇഫ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും? ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ. ആ കണ്ടീഷൻ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യും, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് തരും. പക്ഷെ ലൂപ്പ് എന്ന് പറയുമ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഐട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ വൈൽ എടുക്കാം. വൈലിന്റെ സിന്റാക്സ് വരുന്നത് വൈൽ ഫംഗ്ഷൻ ബ്രാക്കറ്റിനുള്ളിൽ കണ്ടീഷൻ കൊടുക്കും, ദെൻ കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, അതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വീണ്ടും വരും ഓട്ടോമാറ്റിക്കലി. വീണ്ടും കണ്ടീഷനിലോട്ട് തന്നെ വരും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും കണ്ടീഷനിൽ വരും, ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ കണ്ടീഷൻ ഫോൾസ് ആവുന്ന എപ്പോഴാണോ അപ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ആ കണ്ടീഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൽ, ഇവിടെ കണ്ടീഷൻ ആദ്യം തന്നെ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൽ കയറുമോ? ഇല്ല. ഓക്കെ ആണോ? ദെൻ ഡു വൈലിന്റെ സിന്റാക്സ് വരുന്നത് ഡു, ദെൻ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തു, വൈൽ കണ്ടീഷൻ സെമിക്കോളൻ. ഡു വൈലിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് എന്താ വർക്ക് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യും. സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്തിട്ട് നേരെ കണ്ടീഷനിൽ വരും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യും, വീണ്ടും വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ വീണ്ടും സ്റ്റേറ്റ്മെന്റ്സിലോട്ട് പോവും, വീണ്ടും വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, ഇപ്പൊ വൈലും ഡു വൈലും തമ്മിൽ ഡിഫറൻസ് എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഡു വൈലില് സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യും. അതായത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ഡു വൈലിൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും ഒരു പ്രാവശ്യം. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ഡു വൈലിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമോ? ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരത്തേ ഇല്ല. ഇവിടെ ആദ്യം സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണേ. അപ്പൊ ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് കയറൂല, എക്സിറ്റ് ആവും. അപ്പൊ വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഡു വൈലിനകത്ത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ അല്ലേ? സിന്റാക്സ് നോട്ട് ചെയ്തേ. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിക്കേ. Write a program. Write a program to print
natural numbers up to n. Write a program to print natural numbers up to n. ആ ക്വസ്റ്റിന്റെ മീനിങ് എന്താ? നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം എവിടെ വരെ? n വരെ. n മീൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് വരെ. നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 അല്ലേ? ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 to പോവും, n വരെ പ്രിന്റ് ചെയ്യണം. ഇതല്ലേ ക്വസ്റ്റ്യൻ? അപ്പോൾ നമുക്ക് ഇവിടെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ലൂപ്പ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യേണ്ട വരണേ? കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്യണം. n എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു 4 നമ്പർ പ്രിന്റ് ചെയ്താൽ മതി, വെറുതെ അവിടെ കൊടുക്കാം കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ 1 2 3 4. ഓക്കെ, 10 നമ്പർ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഫസ്റ്റ് 100 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എത്ര പ്രാവശ്യം എഴുതും? അത്രയും പ്രാവശ്യം എഴുതണം. അതിന് പകരമാണ് നമ്മൾ എന്ത് കൊടുക്കണേ? ലൂപ്പ് യൂസ് ചെയ്യണേ. 100 പ്രാവശ്യം കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എഴുതുന്നതിന് പകരം ഒരു ലൂപ്പ് കൊടുക്കുവാണെങ്കിൽ 1 to n എന്ന് പറഞ്ഞാൽ പോരെ. എപ്പോഴും സ്റ്റാർട്ടിങ് ഫ്രം 1 ആയിരിക്കും. n എന്ന് പറയുന്നത് 10 ആകാം, 20 ആകാം, 100 ആകാം, 200 ആകാം, എത്ര വേണമെങ്കിലും ഇൻപുട്ട് n കൊടുക്കാം. അപ്പൊ ലൂപ്പിനകത്ത് നമ്മൾ പറയേണ്ടത് എന്താ? 1 മുതൽ എവിടം വരെ എക്സിക്യൂട്ട് ചെയ്യണം? ആ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം? n ടൈംസ്. 1 to 10 ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം? 10 ടൈംസ് വർക്ക് ചെയ്യണം. 1 to 25 ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം? 25 ടൈംസ് വർക്ക് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ അതാണ് എഴുതേണ്ടത്. ഫസ്റ്റ് നമുക്ക് പറയാം ഈ n എത്രയാന്ന് വെച്ചാൽ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാം. ഞാൻ എന്റർ ദ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് n റീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ് ടു n വരെ റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വൈൽ ലൂപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത്. വൈലിന്റെ സിന്റാക്സ് പറഞ്ഞേ. വൈൽ ഫംഗ്ഷൻ ബ്രാക്കറ്റിനുള്ളിൽ കണ്ടീഷൻ വരും, ദെൻ സ്റ്റേറ്റ്മെന്റ്സ് വരും അല്ലേ? ഇനി ഇവിടെ വൈൽ ലൂപ്പിൽ അല്ലെങ്കിൽ ഏത് ലൂപ്പിലാണെങ്കിലും കണ്ടീഷൻ കൊടുക്കുക എന്ന് പറയണത്, അല്ലെങ്കിൽ കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ? നോർമലി ഒരു 97% നമ്മൾ അവിടെ കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ആലോചിക്കണ്ടേ? ഈ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം, അതല്ലേ ആലോചിക്കണ്ടേ? ഇപ്പൊ നമ്മുടെ പർപ്പസ് എന്താ? ഒരു പ്രാവശ്യമല്ല, ലൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണം. അത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമല്ലേ അത് എക്സിക്യൂട്ട് ചെയ്ത് പോകത്തുള്ളൂ. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ അത് കയറത്തില്ല. അപ്പൊ കണ്ടീഷൻ ട്രൂ ആകണം, എത്ര പ്രാവശ്യം ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളവിടെ കണ്ടീഷൻ കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ 10 വരെ എനിക്ക് പ്രിന്റ് ചെയ്താൽ മതി. n എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് ഞാൻ 10 എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം? 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എന്ത് കണ്ടീഷൻ കൊടുക്കാം? ആ 10 ടൈംസ് എന്ന് പറയുന്ന ആദ്യം ആരെ പ്രിന്റ് ചെയ്യണം, ലാസ്റ്റ് ആരെ പ്രിന്റ് ചെയ്യണം? ആദ്യം 1 പ്രിന്റ് ചെയ്യണം, ലാസ്റ്റ് 10 വരെ അല്ലെങ്കിൽ n വരെ പ്രിന്റ് ചെയ്യണം. n കൂടെ പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടീഷൻ ആയിട്ട് എന്ത് പറയാം? എവിടെ മുതൽ എവിടെ വരെ? 1 മുതൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൂടെ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കൊടുത്തൂടെ? 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യണം. സ്റ്റാർട്ടിങ് ഫ്രം 1 ആണ്. 1 പ്രിന്റ് ചെയ്യണം, 2 പ്രിന്റ് ചെയ്യണം, അങ്ങനെ പ്രിന്റ് ചെയ്ത് 10 കൂടെ പ്രിന്റ് ചെയ്യണം. സോ ഇവിടെ എന്തും കൂടെ വരും? ഈക്വൽ ടു കൂടെ വരും. 1 ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ എവിടം വരെ പ്രിന്റ് ചെയ്യുള്ളൂ? 9 വരെ പ്രിന്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഈ കണ്ടീഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? n 10 ആണെങ്കിൽ. ഓക്കെ, ഇനി ഞാൻ ഈ 10 അങ്ങ് മാറ്റിയിട്ട് അവിടെ ആരെ കൊടുത്തു? n എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ n എനിക്ക് എന്ത് വേണമെങ്കിലും ഇൻപുട്ട് കൊടുക്കാം. ഓക്കെ, ബട്ട് സ്റ്റാർട്ടിങ് എപ്പോഴും 1 ആയിരിക്കണം. ഫസ്റ്റ് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താ? 1 എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ 1 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് 1 കിട്ടി. അടുത്ത പ്രാവശ്യം ആരെ കിട്ടണം? 2 കിട്ടണം. അടുത്ത പ്രാവശ്യം ആരെ കിട്ടണം? 3 കിട്ടണം. വെറുതെ ഇവിടെ 1 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് എന്തേ വരുവുള്ളൂ? 1 വരുവുള്ളൂ. അപ്പൊ അതെങ്ങനെ മാറ്റാം? ആലോചിക്കേണ്ട കാര്യം, 1 ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഔട്ട്പുട്ട് കിട്ടേണ്ടതും 1 ആണ്. അടുത്ത പ്രാവശ്യം അത് 2 ആക്കണം. ഇൻക്രിമെന്റ് ചെയ്യണം. 1നെ ഇൻക്രിമെന്റ് ചെയ്യണം. എപ്പോഴും ഇൻക്രിമെന്റഡ് ബൈ 1 ആ പോണേ അല്ലെ? 1 2 3 4 5 എന്ന് പറയുമ്പോൾ ഇൻക്രിമെന്റഡ് ബൈ 1 വരത്തുള്ളൂ.
അപ്പോ നമ്മുടെ കയ്യിലുള്ള 1ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണം. അങ്ങനെ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു വേരിയബിൾ എടുക്കണം. അല്ലാതെ കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു വേരിയബിൾ ഇവിടെ എടുത്തു. ആ വേരിയബിളിനകത്തോട്ട് 1 അസൈൻ ചെയ്ത് വെച്ചു. അങ്ങനെയാണ് എനിക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 1ന് പകരം എ കൊടുക്കാം. ഓക്കെ. ഇനി ഇവിടെ വന്ന് എന്ത് പ്രിന്റ് ചെയ്യാം? എ പ്രിന്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോവും? ഫസ്റ്റ് നമ്മൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തത് എന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. വീണ്ടും ഇവിടെ വന്നു കണ്ടീഷൻ ട്രൂ അല്ലേ? കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ വൈലിൽ വന്നു കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എ പറഞ്ഞു 1 പ്രിന്റ് ചെയ്തു. ഇനി എനിക്ക് കിട്ടേണ്ട അടുത്ത ഔട്ട്പുട്ട് ആരാ? 2 ആ. അപ്പൊ ആലോചിക്കുക, ഈ എയുടെ വാല്യൂ ഞാനൊന്ന് ഇൻക്രിമെന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ എയുടെ വാല്യൂ എത്ര ആയിട്ടുണ്ട്? 2 ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ എങ്ങോട്ട് പോകും? നമ്മുടെ സിന്റാക്സ് എങ്ങനെയാ? വൈൽ ലൂപ്പിലെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിലോട്ട് വരും. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും നേരെ എങ്ങോട്ടാ വരുന്നത്? കണ്ടീഷനിലോട്ട് തന്നെയാ വരുന്നത്. അപ്പൊ അവിടുത്തെ കണ്ടീഷൻ അടുത്ത് എന്ത് ചെക്ക് ചെയ്യും? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? കണ്ടീഷൻ ട്രൂ ഓർ ഫോൾസ്? കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ഇവിടെ വരും. ആരെ പ്രിന്റ് ചെയ്യും? 2നെ പ്രിന്റ് ചെയ്യും. 2ന്റെ വാല്യൂ എന്താക്കി? 3 ആക്കി. വീണ്ടും ഇവിടെ വന്ന് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്താ കണ്ടീഷൻ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണ്. ആരെ പ്രിന്റ് ചെയ്യും? 3 പ്രിന്റ് ചെയ്യും. വീണ്ടും 3ന്റെ വാല്യൂ 4 ആയി. അടുത്ത കണ്ടീഷൻ എന്ത് വരും? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അങ്ങനെ ചെക്ക് ചെയ്ത് ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഫുള്ള് എഴുതുന്നില്ല. ഇങ്ങനെ പോയിട്ട് 9 വരെ ആയെന്ന് വിചാരിക്കാം. ഇവിടെ 9ന്റെ വാല്യൂ എന്തായി? 10 ആയി. അപ്പൊ ഇവിടെ കണ്ടീഷൻ എന്താവും? 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അതും കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ ആരെ പ്രിന്റ് ചെയ്യും? 10 പ്രിന്റ് ചെയ്യും. ഇനി 10ന്റെ വാല്യൂ 11 ആകും. ഇവിടെ വരുമ്പോ എന്ത് ചെക്ക് ചെയ്യും? 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ഫോൾസ് ആയി, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. മനസ്സിലായോ വർക്കിംഗ്? ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇതെല്ലാതും ഇതിനകത്തുള്ള എത്ര സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ഇവിടുന്ന് നേരെ എങ്ങോട്ട് തന്നെ വരിക? കണ്ടീഷനിലോട്ട് തന്നെ വരും. ഇനി വൈൽ ലൂപ്പില് അല്ലെങ്കിൽ ലൂപ്പിൽ നമ്മൾ കണ്ടീഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നോർമലി ലൂപ്പിൽ കണ്ടീഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു 97 കേട്ടോ, എക്സെപ്ഷൻ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 1 to 10 ആണെങ്കിൽ നമ്മൾ 1 to n. 1നെ അടുത്ത് ഞാനൊരു വേരിയബിൾ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് വേരിയബിൾ വെച്ചേ? അതിനെ ഇൻക്രിമെന്റ് ചെയ്യണം നമുക്ക്. കാരണം എപ്പോഴും 1 നിന്നാ പോരാ, അത് 1 വെച്ച് ഇൻക്രിമെന്റ് വരണ്ടേ? എവിടം വരെ? n വരെ. ഓക്കെ ആണോ? പ്രോഗ്രാം തന്നെ ചെയ്യാമോ? ഇവിടെ നോക്കാതെ തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഒരു നമ്പർ റീഡ് ചെയ്യാം, ലൂപ്പിന്റെ കണ്ടീഷൻ എങ്ങനെ കൊടുക്കണം എന്ന് ആലോചിക്കാം. 1 എവിടെ അസൈൻ ചെയ്യണം? ഇപ്പൊ ഞാൻ എ എന്നും എൻ എന്നൊക്കെ എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നിങ്ങൾ എടുക്കാം കേട്ടോ. തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യണേ. മാം A++ കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കാം.
ചെയ്ത് എഴുതി കഴിഞ്ഞോ?
അറ്റൻഡൻസ് ഒന്ന് പറയണേ. പ്രിയ, നിങ്ങൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, വേറെ ഒന്നും പറയണ്ട. ഓക്കെ. Present, ma'am. ശരണ്യ, Present, ma'am. അമൃത, അഭയ്, Present, ma'am. സഞ്ജയ്, അബിത, നിതിൻ. നിതിൻ ഇല്ലേ? ഉസാമ, നോറ, വിനായക്, മോസിന, നിതിൻ കുമാർ, Present, ma'am. ലക്ഷ്മി, ലക്ഷ്മി അനിൽകുമാർ, സച്ചിൻ, Present, ma'am. രാഖി, സൈനുദ്ദീൻ, ഓൺലൈനിലുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ആനന്ദു, Present, ma'am. ശ്രുതി, Present, ma'am. ഡാനി, ജിതിൻ ഡാനിയൽ, Present, ma'am. സൂര്യ, സക്കറിയ, Present, ma'am. വിശാഖ്, വിശാഖ് ഇല്ലേ? ഇല്ല. ഓക്കെ. ആശിഷ്, അശ്വതി, അജയൻ, Present, ma'am. മിത, Present, ma'am. വൈഷ്ണവ്, Present. ഷഹാന, അഭിജിത്ത്, ആഷിത. ആരെങ്കിലും ഉണ്ടോ ഇനി പേര് വിളിക്കാൻ? ആഡ് ചെയ്തിട്ടില്ല. പറയോ? എന്താ പ്രൊനൗൺസ് ചെയ്യണേ? ഫോൺ നമ്പർ അഡ്മിഷൻ എടുത്താരാ? ഓഫ്ലൈൻകാര് സെർച്ച് ചെയ്തോട്ടോ. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലായിരിക്കും. ക്ലാസ് കഴിയുമ്പോൾ മഞ്ജുവിനെ കണ്ടാൽ മതി, ഞാൻ പറയാം. ഓഫ്ലൈൻകാര് ചെയ്തോട്ടോ. സോറി, ഓൺലൈൻകാര് ഓൺലൈൻ ചെയ്തോട്ടോ.
ഓൺലൈൻകാർ കംപ്ലീറ്റ് ചെയ്തോ? യെസ് മാം. ഓക്കെ. ജസ്റ്റ് ഓഫ്ലൈൻകാർ ചെയ്തോട്ടോ. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മള് പഠിച്ച പ്രോഗ്രാംസ്, ഇന്ന് എത്ര പ്രോഗ്രാം ഉണ്ടായിരുന്നു? 4 അല്ലേ? 4 പ്രോഗ്രാം അല്ലേ ചെയ്തോളൂ? 4 അത് 5 ഓക്കെ. ആ പ്രോഗ്രാംസ് 5 ചെയ്ത് പഠിക്കാൻ നിങ്ങൾ അന്നൊന്ന് പഠിപ്പിക്കണം, അന്നൊന്ന് പഠിച്ചു പോകണം കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ലൂപ്പ് തീർന്ന് ലോജിക്കൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്. ഈ പഠിപ്പിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ ഇപ്പൊ നാച്ചുറൽ നമ്പർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല. അതിനകത്ത് വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എവിടം വരെയാണോ നമ്മൾ പറയുന്നത് ആ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് പ്രോഗ്രാം വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ എന്നും എയും ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചു, എഴുതുമ്പോൾ എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകും. അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. എന്താണ് നമ്മൾ അവിടെ ഇൻപുട്ട് ചെയ്യേണ്ടത്, എന്താണ് കണ്ടീഷൻ കൊടുക്കേണ്ടത്, എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതേണ്ടത്, ആ കാര്യമാണ് നീറ്റായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരു വേരിയബിൾ ആയിരിക്കും. ചിലപ്പോൾ ഇപ്പൊ എന്നും എയും ഞാൻ എടുത്ത പോലെ നിങ്ങൾ ഒരു വേരിയബിൾ പഠിച്ചിട്ടുണ്ടാവും. കാണാതെ ചെയ്ത് നോക്കുമ്പോൾ വേറെ വേരിയബിൾ ഇട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവരവർക്ക് കോൺഫിഡന്റ് ആയിട്ട് പഠിച്ചു വെക്കണം ഓരോ പ്രോഗ്രാം. മനസ്സിലായോ? ലാസ്റ്റ് എല്ലാം കൂടെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാംസ് ഒന്നും പഠിക്കൽ നടക്കൂല. കാരണം ലോജിക്കൽ പ്രോഗ്രാംസ് തന്നെ 10-40 വരുന്നുണ്ട്. ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നത് തന്നെ 40 അല്ലെങ്കിലേ ഉള്ളൂ. ഇനി അതർ പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നും ഞാൻ നിർബന്ധം പറയുന്നില്ല. എക്സ്ട്രാ വേണ്ടവർക്ക് ഗൂഗിളിൽ നോക്കി ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാം. പക്ഷെ ഞാൻ ക്ലാസ് ചെയ്യിപ്പിക്കുന്നത് മിനിമം പഠിച്ചിരിക്കണം. കൂടുതൽ പഠിക്കേണ്ടവർക്ക് പഠിക്കാം, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നും അതായത് ഒത്തിരി പഠിക്കാൻ എബിലിറ്റി ഇല്ല എന്നുള്ളവര് മിനിമം നമ്മൾ ക്ലാസ്സിൽ ചെയ്യണ പ്രോഗ്രാംസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിനകത്തൊരു മാറ്റം വരുത്താൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നാളെ നോക്കാവേ. ഓക്കെ, താങ്ക് യു.